CPM ശൈലിയിൽ കോൺഗ്രസിനെ അഴിച്ചുപണിയാനുള്ള നീക്കങ്ങളുമായി KPCC രംഗത്ത്. തർക്കങ്ങൾക്കും അടിയൊഴുക്കുകൾക്കുമിടയിൽ പാർട്ടി സംവിധാനം മെച്ചപ്പെടുത്താനുള്ള നീക്കങ്ങളുമായി കോൺഗ്രസ് നേതൃത്വം. അടിത്തട്ടിൽ കുടുംബ വിവര രജിസ്റ്റർ രൂപീകരിച്ച് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ നീക്കം. നവീകരണ നീക്കങ്ങൾ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ തുണയായി മാറുമോ? നേതാക്കൾ തമ്മിലുള്ള ആഭ്യന്തര വടംവലികളും ശശി തരൂർ ഉയർത്തിവിട്ട വിവാദങ്ങളും കോൺഗ്രസിനുള്ളിൽ പുകയുന്നുണ്ടെങ്കിലും അതൊന്നും കൂസാതെ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പാകത്തിൽ പാർട്ടിയെ ശക്തിപ്പെടുത്താനുള്ള അടിയന്തര നീക്കങ്ങളുമായി കോൺഗ്രസ് നേതൃത്വം രംഗത്ത് വന്നിരിക്കുകയാണ്. ആസന്നമായ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ശക്തി തെളിയിച്ചാൽ മാത്രമേ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടാക്കാൻ കഴിയുകയുള്ളൂ എന്ന തിരിച്ചറിവാണ് ഇതിന് അടിസ്ഥാന കാരണം. ഇതിനുവേണ്ടി വിപുലമായ പ്രവർത്തന പദ്ധതികൾ ആവിഷ്കരിച്ച KPCC നേതൃത്വം കീഴ്ഘടകങ്ങളിലേക്ക് അത് കൈമാറിയിരിക്കുകയാണ്. പ്രാദേശികമായ ജനകീയ വിഷയങ്ങളിൽ കക്ഷി രാഷ്ട്രീയം നോക്കാതെ ഇടപെടണമെന്നും സർക്കാരിനെതിരെ പ്രാദേശിക തലത്തിൽ തന്നെ പ്രക്ഷോഭ പരിപാടികൾ ആവിഷ്കരിക്കണമെന്നും പാർട്ടി നിർദ്ദേശിച്ചിട്ടുണ്ട്. കൂടാതെ മത സാമുദായിക സംഘടനകളെ മുഖവിലക്കെടുത്ത് അവർക്ക് അനുകൂലമായി പ്രതികരിക്കണമെന്നും മറ്റ് പാർട്ടികളിലെ അസംതൃപ്തരെ കണ്ടെത്തി അവരെ കോൺഗ്രസിലെത്തിക്കാൻ നീക്കങ്ങൾ നടത്തണമെന്നും നിർദ്ദേശത്തിൽ പറയുന്നുണ്ട്. കോൺഗ്രസിന്റെയും അനുബന്ധ പോഷക സംഘടനകളുടെയും സംഘടനാ സംവിധാനം അടിത്തട്ടിൽ വളരെയധികം ദുർബലമാണ്. സംസ്ഥാന തലത്തിൽ പ്രഖ്യാപിച്ച പല പ്രക്ഷോഭ സമരങ്ങളെയും വേണ്ട വിധത്തിൽ വിജയിപ്പിക്കാൻ അടുത്ത കാലത്തൊന്നും കോൺഗ്രസിന്റെ പ്രാദേശിക ഘടകങ്ങൾക്ക് കഴിയാറില്ല. ദുർബലമായ ഈ വിധം സംഘടനാ സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തി വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളെ നേരിടാനാവില്ല എന്ന തിരിച്ചറിവിൽ നിന്നാണ് പുതിയ പ്രവർത്തന പദ്ധതികൾക്ക് KPCC നേതൃത്വം തുടക്കം കുറിച്ചിരിക്കുന്നത്. ആദ്യകാലത്ത് CPM ആവിഷ്കരിച്ചിരുന്ന പ്രവർത്തന രീതിയിലാണ് KPCCയുടെ പുതിയ മാർഗനിർദ്ദേശങ്ങൾ വന്നിരിക്കുന്നതെന്നാണ് കൗതുകകരം. ഓരോ പ്രാദേശിക ഘടകങ്ങളുടെയും നേതൃത്വത്തിൽ കുടുംബ വിവര രജിസ്റ്റർ തയ്യാറാക്കുന്നതാണ് അതിൽ പ്രധാനം. വാർഡുകളിലെ ഓരോ വ്യക്തികളുടെയും വിവരങ്ങൾ ഉൾപ്പെടുത്തി പ്രവർത്തന പദ്ധതികൾ തയ്യാറാക്കും. ഇതിനുള്ള ചുമതലകൾ അടിത്തട്ട് തൊട്ടേ വിഭജിച്ചു നൽകും. ഓരോ കുടുംബത്തിന്റെയും രാഷ്ട്രീയ ചായ്വുകളും അതിൽ UDFന് കിട്ടുന്ന ഉറച്ച വോട്ടുകളും ഇതുവഴി കണ്ടെത്താനാകും. അതോടൊപ്പം മറുചേരികളെക്കുറിച്ചുള്ള വ്യക്തമായ വിവരങ്ങളും ശേഖരിക്കും. ഉറച്ച ഇടതുപക്ഷ വോട്ടുകളിൽ ഭിന്നതകൾ ഉണ്ടാകുമോ, അസംതൃപ്ത വോട്ടുകൾ കോൺഗ്രസിന് അനുകൂലമാക്കി മാറ്റാൻ എന്ത് ചെയ്യണം എന്ന വിവരങ്ങളെല്ലാം ചേരുന്നതാണ് കുടുംബ വിവര രജിസ്റ്റർ. ഈ രജിസ്റ്ററിനെ ആധാരമാക്കി പ്രവർത്തന പദ്ധതികൾ ആവിഷ്കരിച്ച് UDFന് അനുകൂല അന്തരീക്ഷം സൃഷ്ടിക്കാനാണ് കോൺഗ്രസ് ലക്ഷ്യമിടുന്നത്. LDF നിയന്ത്രണത്തിലുള്ള പഞ്ചായത്തുകളിൽ ഭരണപരമായി സംഭവിക്കുന്ന വീഴ്ചകളിൽ ഇടപെടാനും സമരപരിപാടികൾ ആവിഷ്കരിക്കാനും കഴിയണമെന്നും മാർഗനിർദ്ദേശത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. പ്രവാസി കുടുംബങ്ങളുമായി അടുത്ത ബന്ധം പുലർത്തുക, നാട്ടിൽ തിരിച്ചെത്തിയ പ്രവാസികൾ, വിമുക്ത ഭടന്മാർ, വിരമിച്ച ജീവനക്കാർ, മറ്റ് പാർട്ടികളിലെ അസംതൃപ്തർ തുടങ്ങിയവരെ നിരന്തരം ബന്ധപ്പെടുകയും അവരുടെ പിന്തുണ ഉറപ്പുവരുത്തുകയും വേണമെന്നും നിർദ്ദേശത്തിൽ പറയുന്നുണ്ട്. ക്ഷേമനിധിയുടെയും ചികിത്സാനിധിയുടെയും ആനുകൂല്യങ്ങൾ ലഭ്യമാക്കണമെന്നും സോഷ്യൽ മീഡിയകളിലെ സാധ്യതകൾ പരമാവധി ഉപയോഗപ്പെടുത്തി ചെറുപ്പക്കാരെ പാർട്ടിയിലേക്ക് ആകർഷിക്കണമെന്നും സജീവ പ്രവർത്തകരെ ഉൾപ്പെടുത്തി വാട്സ്ആപ്പ് ഗ്രൂപ്പുകൾ രൂപീകരിച്ച് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കണമെന്നുമെല്ലാം മാർഗരേഖയിൽ നിർദ്ദേശങ്ങളുണ്ട്. വാർഡുകളിലെ കുടുംബങ്ങളുമായി അടുത്ത ബന്ധം സ്ഥാപിച്ച് അവിടുത്തെ ചടങ്ങുകളിൽ ആവശ്യമായ സാന്നിധ്യവും സഹായവും ഉറപ്പുവരുത്തണമെന്നും പുതിയ വോട്ടുകൾ കണ്ടെത്തി ചേർക്കണമെന്നും നേതൃത്വം നിഷ്കർഷിച്ചിട്ടുമുണ്ട്. രണ്ടാം പിണറായി സർക്കാരിനെതിരെ ജനകീയ വികാരങ്ങൾ ശക്തമാണെന്നും അതുകൊണ്ട് തന്നെ ഇനിയൊരു തുടർഭരണം ഇടതുപക്ഷത്തിന് ലഭിക്കില്ലെന്നുമായിരുന്നു UDFന്റെ പൊതുവിലയിരുത്തൽ. എന്നാൽ സമീപകാല സംഭവ വികാസങ്ങൾ ആ ചിന്തകൾക്ക് വലിയ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. ദേശീയ തലത്തിൽ തന്നെയുള്ള കോൺഗ്രസിന്റെ വീഴ്ചകളും സംസ്ഥാന തലത്തിലെ ചേരിതിരിവുകളുമെല്ലാം ചർച്ചാ വിഷയമാക്കി മാറ്റാൻ ഇടതുപക്ഷത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അതിലുമേറെ പ്രധാനം CPMന് സംഘടനാ സംവിധാനം അത്യധികം മെച്ചപ്പെടുത്താൻ കഴിഞ്ഞു എന്നതാണ്. അത്യധികം ചിട്ടയോടെ ബ്രാഞ്ച് തലം തൊട്ട് ജില്ലാ തലം വരെ CPM സമ്മേളനങ്ങൾ നല്ല നിലയിൽ നടന്നു കഴിഞ്ഞു. ഇപ്പോൾ സംസ്ഥാന സമ്മേളനത്തിന്റെ തിരക്കിലുമാണ്. ഇതെല്ലാം പാർട്ടിയെ ശക്തിപ്പെടുത്തുകയും പ്രവർത്തകരിൽ ആത്മവിശ്വാസം നിറയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ സാഹചര്യമാണ് പുതിയ പ്രവർത്തന പദ്ധതികൾ ആവിഷ്കരിക്കാൻ കോൺഗ്രസ് നേതൃത്വത്തെ നിർബന്ധിതരാക്കിയത്. കുടുംബ വിവര രജിസ്റ്റർ രൂപീകരിച്ചുകൊണ്ടുള്ള കോൺഗ്രസ് ആവിഷ്കരിച്ച പ്രവർത്തന പദ്ധതികൾ എത്രത്തോളം വിജയത്തിലെത്തുമെന്ന് കാത്തിരുന്ന് കാണുക തന്നെ വേണം.